ഇന്ന് ഉത്രാടമായിട്ട് നമ്മൾ തൃശ്ശൂർ റൗണ്ടിലേക്ക് വന്നേക്കാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓണം സീസണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനം, അതേപോലെ ഈ റോഡ് സൈഡിലൊക്കെ ഫുള്ളായിട്ട് റൗണ്ട് മൊത്തത്തിൽ കച്ചവടക്കാരെ കൊണ്ട് ഒരു ബഹളമായിരിക്കും. കച്ചവടക്കാരെ കൊണ്ട് നിറയും. അപ്പോൾ എല്ലാ വക ഐറ്റംസും, പൂക്കളും ഡ്രസ്സുകളും എന്തൊക്കെ വേണം എല്ലാ വക ഐറ്റംസും നിറയും. അപ്പം നമ്മൾ ഡ്രസ്സ് എടുക്കാനാണ് വന്നേക്കണത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ തിരുവോണത്തിൻ്റെ അന്നാണ് ശരിക്കും ഓണമായിട്ട് കറക്റ്റ് ആഘോഷിക്കാറ്. പാലക്കാട് ഏരിയയിലൊക്കെ ഉത്രാടത്തിൻ്റെ അന്നാണ് തോന്നുന്നു ആഘോഷിക്കാറ്. അപ്പം നമുക്ക് ഫ്രീ കിട്ടുന്ന ദിവസം ഇന്നായിരുന്നു. അപ്പോൾ ഫ്രീ കിട്ടുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ സൗകര്യം നോക്കിയിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് വരണമല്ലോ. അപ്പോൾ ഫ്രീ കിട്ടുന്ന ദിവസം ഇന്നായിരുന്നു ഉണ്ടായിരുന്നു വിഷ്ണുവേട്ടന്. അപ്പോൾ നമ്മൾ നേരെ സ്റ്റുഡിയോയിലും ട്രെൻഡ്സിലും മാക്സിലും അങ്ങനെ തൃശ്ശൂർ ഒട്ടുമിക്ക എല്ലാ ഷോപ്പിലും കയറി നിറങ്ങി. പക്ഷെ ഒന്നും എനിക്ക് വലിയ താല്പര്യമായില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നല്ല, വലിയ നല്ല കാര്യത്തിലുള്ള കളക്ഷൻസോ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായില്ല. ഒക്കെ പഴഞ്ച് മോഡൽ പോലത്തെ ഒക്കെ ആയിരുന്നു. എനിക്ക് വലിയ തൃപ്തിയായില്ല. അപ്പോൾ ഞാൻ എല്ലായിടത്തും കയറി നിറങ്ങി, ഒന്നും എനിക്കിഷ്ടമായില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇത് മുനിസിപ്പൽ കോർപ്പറേഷൻ റോഡാണ്. ഈ വഴിയൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് പലതരം കച്ചവടക്കാരെ കൊണ്ട് നിറയും. ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. അപ്പം മുണ്ട്, ഷർട്ട്, കുട്ടികളുടെ ഡ്രസ്സുകൾ, ചപ്പൽസ്, അങ്ങനെ എല്ലാ വക ഐറ്റംസും ഉണ്ടാവും. ഇന്നത് ഇല്ലാത്തത് ഇല്ല, അങ്ങനെ എല്ലാ വക ഐറ്റംസും ഉണ്ടാവും. ഒക്കെ ബഡ്ജറ്റ് ഫ്രീ ആയിട്ടുള്ള, എന്താ പറയുക, ഒരു 100 രൂപ 200 രൂപ അത്രയൊക്കെ റേറ്റ് വരുന്നുള്ളൂ. 3 ടീഷർട്ട് എടുത്ത് കഴിഞ്ഞാൽ 100 രൂപ, അങ്ങനെയൊക്കെയാണ്. ഇത് ഓണം കഴിയണ വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ചന്ത പോലെ തന്നെ. ഈ വഴിയൊക്കെ നടക്കാൻ പോലും പറ്റില്ല, അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെന്താ, നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ, അത്രയും തിരക്കായിരുന്നു. വീഡിയോ എടുത്ത് തന്നെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എല്ലാം ചുറ്റിക്കറങ്ങി നടന്നതിന് ശേഷം നമ്മളിതാ വടക്കുന്നാഥൻ്റെ മുന്നിലേക്ക് ഫ്രണ്ട് പൊസിഷനിൻ്റെ അവിടേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇവിടെയാണെങ്കിലത് ഇതാണ് നമ്മുടെ മൈതാനം. തേക്കിൻകാട് മൈതാനത്തിൽ കണ്ടില്ലേ, ഇങ്ങനെ ഫുള്ള് കച്ചവടക്കാരാണ്. കലം, ചട്ടി, അങ്ങനെ എല്ലാ വക ഐറ്റംസും ഉണ്ട്. ഡ്രസ്സ്, പിന്നെ ഫുഡ് ഐറ്റംസ് വേറെ സെക്ഷൻ, അങ്ങനെ എല്ലാ തരം സാധനങ്ങളും. അപ്പോൾ എല്ലാ ആൾക്കാരും ഷോപ്പിൽ നിന്ന് പോയിട്ട് നല്ലത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വെച്ച് പിടിക്കും. അതേപോലെ ഞങ്ങൾ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങി, എന്താ പറയുക, നമുക്കൊന്നും പിടിച്ചില്ല. അപ്പോൾ ഇതേപോലെ ഇങ്ങോട്ട് വന്നേക്കാണ്. കണ്ടില്ല, ഇവിടെയൊക്കെ എന്താ തിരക്ക്, ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് ചെറുതായിട്ട് മഴ കിട്ടി. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള വിശേഷങ്ങൾ പാർട്ട് 2 ആയിട്ട് ഇടാം കേട്ടോ.